പലസ്തീനികളുടെ അവസാന അഭയകേന്ദ്രവും തകർത്തെറിയുവാൻ ഇസ്രയേൽ. 4 മാസമായി നീണ്ടു നിൽക്കുന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ 15 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ ഗാസയുടെ അതിർത്തിയിലുള്ള റഫ നഗരത്തിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഏതു നിമിഷവും ഇവിടെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായേക്കാം. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുവാനും ഹമാസിന്റെ സ്വാധീനം മേഖലയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുവാനും അഭയാർത്ഥികൾ തിങ്ങിക്കൂടിയിരിക്കുന്ന മേഖലയിൽ ആക്രമണം കൂടിയേ തീരൂ എന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. സാധാരണക്കാരുടെ കുരുതി ഇതിന് അനിവാര്യമാണെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 30,000-ഓളം പലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവർ അതിലും എത്രയോ അധികം വരും. ഇപ്പോൾ ശേഷിക്കുന്ന പലസ്തീനികൾ ഒരു നഗരത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പലസ്തീനികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന റഫയിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ നിരപരാധികളായ ഒരുപാട് പേർ കൊല്ലപ്പെടും. നെതന്യാഹു എന്നാൽ ആക്രമണത്തിൽ നിന്ന് പിന്മാറുവാൻ സാധ്യതയില്ല. ഇസ്രായേലിന്റെ ഇരുമ്പ് കൂടാരം എന്നറിയപ്പെടുന്ന സുരക്ഷാ സംവിധാനം തകർത്താണ് ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഭീകരർ ഇസ്രായേൽ പൗരന്മാരെ കൊന്നതും ബന്ദികളാക്കിയതും. മാത്രമല്ല, ചാരന്മാർക്ക് ബന്ദികളെ മോചിപ്പിക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. രാജ്യത്തിന്റെ ബജറ്റിന്റെ സിംഹഭാഗവും മുടക്കി രൂപകൽപ്പന ചെയ്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഹമാസിന്റെ നേരിട്ടുള്ള ആക്രമണം ചെറുക്കാനാകാത്തത് ഇസ്രായേലിൽ ജനരോക്ഷത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറിയാൽ നെതന്യാഹുവിന് ഈ ജനരോക്ഷത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. വെടിനിർത്തുവാനുള്ള അമേരിക്കയുടെ അനുനയങ്ങൾക്ക് ഇസ്രായേൽ വഴങ്ങാത്തതിനും കാരണം ഇതുതന്നെയാണ്. അമേരിക്കൻ പ്രസിഡന്റും യൂറോപ്യൻ രാജ്യങ്ങളുടെ തലവന്മാരുമെല്ലാം പലസ്തീനിൽ സാധാരണക്കാരുടെ ജീവൻ അപകടപ്പെടുത്താനാകില്ലെന്ന് അടിക്കടി പറയുന്നുണ്ടെങ്കിലും ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ഇവർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അതേസമയം ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ലബനോനിൽ നിന്ന് ഇസ്രായേലിനെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതിക്ക് രക്തം കൊണ്ട് തന്നെ പകരം വീട്ടുമെന്ന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ള ഭീഷണി മുഴക്കിയിരുന്നു. ഹമാസിനെ നശിപ്പിച്ചാലും ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് യുദ്ധം തന്നെയായിരിക്കും. ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുള്ള ലബനോനും ഇസ്രായേലും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്കുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നത്. അറബ് രാജ്യങ്ങളിലെല്ലാം ഇസ്രായേൽ വിരുദ്ധ വികാരം ആളിപ്പടരുകയാണ്. പലസ്തീനികളെ ഗാസയിൽ നിന്ന് പുറന്തള്ളിയാൽ ഈ രാജ്യങ്ങളിൽ രൂക്ഷമായ അഭയാർത്ഥി പ്രതിസന്ധി ഉണ്ടാകും. റഫയുടെ അതിർത്തിയിലുള്ള ഈജിപ്തും അഭയാർത്ഥികൾ രാജ്യത്തേക്ക് കടന്നുകയറിയാൽ ഇസ്രായേലുമായുള്ള സമാധാന ഉടമ്പടി റദ്ദാക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും തീവ്രമായ സംഘർഷത്തിലേക്കാണ് മിഡിൽ ഈസ്റ്റ് അടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടെ വെള്ളിയാഴ്ച ജർമ്മൻ നഗരമായ മ്യൂണിക്കിൽ വെച്ച് നടന്ന സെക്യൂരിറ്റി കോൺഫറൻസിൽ വെച്ച് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒക്ടോബർ 7 നടന്നത് തീവ്രവാദ ആക്രമണം തന്നെയാണ്. ഭീകരാക്രമണങ്ങൾക്കെതിരെ ഇന്ത്യ ഇസ്രായേലിന് പിന്തുണ നൽകിയിട്ടുമുണ്ട്. എന്നാൽ അതിന് തിരിച്ചടി നൽകുമ്പോഴും മനുഷ്യാവകാശ നിയമങ്ങൾ പാലിക്കേണ്ടത് ഇസ്രായേലിന്റെ ബാധ്യതയാണ്. സ്വതന്ത്രമായ പലസ്തീനും ഇസ്രായേലും എന്ന ദ്വിരാഷ്ട്ര നയമാണ് ഇന്ത്യ കാലാകാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നത്. സംഘർഷം ഇത്രയും രൂക്ഷമായ സാഹചര്യത്തിൽ ഇതുതന്നെയാണ് അനിവാര്യമായ പരിഹാരമെന്നും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എങ്കിലും ഇന്ത്യ അടക്കമുള്ള നിഷ്പക്ഷ രാജ്യങ്ങൾ ഈ ആവശ്യത്തിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്തുമോ എന്ന് കണ്ടു തന്നെ അറിയണം.